ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഇടത്തുപുറം ഭൂതാനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് സപ്താഹ പാരായണത്തിന്റെ അവസാന ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ നെയ്യൊക്കെ ഷീട്ടാക്കാൻ വേണ്ടി അമ്മ കൗണ്ടറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏകാക്ഷത്തിന്റെ അത്താവിശോധ്യായ സഹോത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അച്ചോളൊക്കെ അടുത്ത ദിവസം തന്നെ ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ഓർത്തുന്ന പിന്നെ തിരുമാന്താകുന്നിൽ ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ വരാമെന്ന് ഓർത്തിട്ട് അങ്ങനെ തിരുമാന്താകുന്നിലേക്ക് നടക്കുകയാണ്. അങ്ങനെ അമ്മയും വല്യച്ഛനും അച്ചോളും കൂടെ സംസാരിച്ച് പാടവരമ്പത്ത് കൂടെ നടന്നു നീങ്ങുകയാണ്. അതെ അതെ വൈകി അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ സപ്താഹം വായനയാണ്. അത് കുറച്ചേരം കേട്ടു. കേട്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് നല്ല ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം അമ്മേനെ കാണാൻ വേണ്ടി വന്നു. വരുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇവിടെ അതെ അപ്പൊ ഇവിടെ ഒന്ന് തൊഴിൽ ചെയ്യാം. അമ്മക്ക് ഉണ്ടായിരുന്നു. അമ്മ കഞ്ഞുണ്ടി അന്വേഷിക്കാണ് പാടത്ത്. നല്ല വെയിലുണ്ട് കേട്ടോ. വൈറ്റമിൻ ഡി. പ്രകൃതി സൗന്ദര്യമായ സ്ഥലം. അതെ അതെ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ക്ഷേത്രത്തിന്റെ നമുക്ക് 3 ഓട്ടോ ഒഴിഞ്ഞ് അമ്പലത്തിന്റെ അവിടെ എടുത്തോറ അമ്പലത്തിന്റെ അവിടെ അല്ലെങ്കിൽ ഒഴിഞ്ഞ് കിട്ടാറേ ഇല്ല. കേറണോ ചോദിച്ചു. പക്ഷെ നമ്മളിന്ന് എല്ലാരെയും കാണിക്കുക കൊറേ ഇല്ലേ ഈ പാടത്തൊക്കെ നമ്മളിങ്ങനെ നടന്നു പോയിട്ട്. അപ്പൊ എല്ലാരും കൂടെ വർത്താനം പറഞ്ഞ് നടക്കാൻ രസമാണല്ലോ. അതെ. ഇവിടെ ഇപ്പൊ ഒരു തണുപ്പ്. നമ്മള് കണ്ണൂരിൽ വന്നിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ ദേവീനെ തൊഴുതിട്ട് തിരുവല്ലാകുന്ന അമ്പലത്തിൽ വന്നിട്ട് തൊഴുതിട്ട് പോവാം. നാളെ എത്ര വേഗം ഒരാഴ്ച പോയതല്ലേ. അപ്പോൾ വായനയാകുമ്പോ നമ്മൾ അവിടെ കുറവല്ലേ, അധികം അമ്പലത്തിലാവൂലോ. അപ്പൊ പിന്നെ അങ്ങനെ വേഗം പെട്ടെന്ന് സമയം പോയി ദിവസങ്ങള്. അവിടെ വന്ന് തൊഴുത് കഴിഞ്ഞ് ഇവിടെ അമ്മേനെ തിരുവനന്തപുരം അമ്മേനെ തൊഴാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഏകദേശം പാടം കഴിയാറായി. അടുത്ത് കുളമാണ്. ഈ സ്റ്റെപ്പ് കയറി ക്ഷേത്രത്തിലെത്തി അമ്മേനെ തൊഴുത് സർവമംഗളമംഗല്യേ ശ്രീ സർവാത്മസാദി ശരണ്യേ റയ്യമ്പകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവുന്നതാണ്. പാടത്തു കൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഈ ഒരു അമ്പലത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ് ഈ ഒരു കല്ലുപാലം കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ വന്നവർക്കൊക്കെ അറിയാം. ഈ ഒരു അമ്പലക്കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കല്ലുപാലം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇവിടെ വന്നിരിക്കാനാണെങ്കിലും അതെ. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പാലക്കാടൊക്കെ ഉള്ളൊരു പാലക്കാടിൻ്റെ ഒരു 1% എന്നൊക്കെ പറയാം ഈ ഒരു പാടവരമ്പും ആൽത്തറയും ആലും ഒക്കെ കാണുന്ന സമയത്ത് കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്തു വന്നാൽ പിന്നെ അവിടുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ടല്ല തൊഴാൻ വന്നതാണ് കേട്ടോ. ചിലപ്പോൾ ചിലർ കാണുമ്പോൾ വിചാരിക്കും എന്താ ഫോട്ടോ എടുക്കാൻ വന്നതാണോ? അല്ല, തൊഴാൻ വേണ്ടി വന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാറുള്ളത്. നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ ഒരു പാടവും അതുപോലെ ആൽത്തറയും ഈ ഒരു വഴിയോരങ്ങളും എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് കുറേ നാൾക്ക് ശേഷമാണ് തിരുമാന്താകുന്നിലേക്ക് അവിടെ നിന്ന് നടക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി. ഇനി കുറച്ച് അമ്പലത്തിലെ കുറച്ച് കുഞ്ഞു കാഴ്ചകളാണ്. നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അമ്പലത്തിൽ. എല്ലായിടത്തൊന്നും നമുക്ക് അങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിയണതും നമ്മൾ കുഞ്ഞു കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമ്മൾ പുറത്തു കൂടെ തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല തിരക്കുണ്ട്. ഇന്ന് മംഗല്യപൂജ ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണല്ലോ. അതുകൊണ്ട് നല്ലവണ്ണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ക്യൂ അകത്തേക്കൊക്കെ കയറാൻ നല്ലോണം ക്യൂ ഉണ്ടായിരുന്നു.
അച്ചോള് കഴിഞ്ഞ പൂരത്തിന് വന്നതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ എപ്പോഴാണ് വരുന്നത്, മാർച്ച് ഏപ്രിൽ ആ സമയത്ത് വന്നതാണ്, പിന്നെ എപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ പൂരത്തിൻ്റെ സമയത്ത് അമ്പലത്തിൽ ഉണ്ടാവണ അന്ന് കുറേ പന്തലൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ അമ്പലം കാണുമ്പോൾ. ഉത്സവ സമയങ്ങളിലല്ലെങ്കിലും അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെയല്ല, ഇത്തവണ ഭയങ്കര തിരക്കും കൂടി ആയതുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് ഇവിടെ ഗണപതിൻ്റെ അവിടെയാണ് കേട്ടോ നിന്ന് തൊഴുന്നത്. പക്ഷേ അവിടുന്ന് 2 സൈഡിലും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നന്നായിട്ട് പ്രാർത്ഥിച്ചു. കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ വീഡിയോ കാണാറുണ്ട്, നമ്മളെ സബ്സ്ക്രൈബർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കൈ വന്ന് പിടിച്ച് സംസാരിച്ച് നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മളെ അറിയുന്നവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുള്ള ഗണപതിയാണ് കേട്ടോ. അവിടെ തന്നെ ഒരു ആൽത്തറയൊക്കെ വന്നിട്ട് അതിന് തന്നെ ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ഇവിടെ വന്ന് തൊഴാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഭംഗിയിലുപരി നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. നമുക്ക് ഒരു തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് നമ്മുടെ ഉള്ളിൽ. എന്തൊക്കെയോ ഒരു ഭാരം, അത് ആരാണെങ്കിലും എവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഭാരം, ഒരു ഒഴിഞ്ഞ ഫീലാണല്ലോ. പ്രത്യേകിച്ച് അമ്പലത്തിൽ വന്ന് നമ്മൾ നേരിട്ട് ഒക്കെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും വലിയച്ഛനും കൂടെ പ്രദക്ഷിണം വെക്കായിരുന്നു. വലിയച്ഛൻ 3 തവണ പ്രദക്ഷിണം വെച്ചു, ഞാൻ പക്ഷേ 1 തവണ പ്രദക്ഷിണം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഗണപതി ഭഗവാനോട് കാര്യങ്ങൾ കുറച്ച് പറയാൻ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. കാരണം എൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് എന്തും ഞാൻ പറയണത് സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സംസാരിക്കാൻ ഞാൻ വിചാരിക്കും, ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നോട് തിരിച്ച് സംസാരിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഇവിടുന്ന് കല്ല് സ്റ്റെപ്പുകളൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ കാല് കഴിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മെയിൻ എൻട്രി ഇല്ലേ അമ്പലത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ ആ ഭാഗത്ത് കൂടെ തന്നെയാണ് കേട്ടോ. അവിടെ വരുമ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. കുറേ കമ്മലുകൾ, മാലകൾ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ടൈപ്പ് സാധനങ്ങളും പിന്നെ കുപ്പിവളകളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുപ്പിവള കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ചോള് കഴിഞ്ഞവിടെ വന്നപ്പോൾ കുപ്പിവള വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സെറ്റ് മുണ്ടിന് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത്തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് റൂമൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അല്ലാണ്ട് നമ്മൾ ഈ വളയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എവിടെ വെക്കാനാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഈ പീയുള്ള സാധനമല്ലേ, ഇത് കുഞ്ഞാവയ്ക്ക് നല്ല ഇഷ്ടമാണോ എന്നുള്ളത് വിചാരിച്ചു ഞാൻ. പിന്നെ ഞാൻ ഓർത്തു, അയ്യോ അത് പേടിക്കുമോ ഇനി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പീപ്പി ഇല്ലേ, അതിനെങ്ങാനും ഇനി വായേ പോകുമെന്നൊക്കെ ഓർത്തിട്ട് നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ മാത്രമേ അത് കണ്ടുവരുള്ളൂ. പിന്നെ അപ്പുറത്ത് ഈ മറ്റേ പറങ്കിയില്ലേ, ചീനമുളകില്ലേ, അതുണ്ടായിരുന്നു. അത് 50 രൂപയ്ക്ക് 100 ഗ്രാമോ അങ്ങനെ എങ്ങാണ്ടാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് പയർ വാങ്ങിക്കാൻ, നമ്മളവിടെ പയർ വാങ്ങിക്കാൻ നന്നായിട്ടുള്ള പയർ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കെട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വില ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോരാന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വില ചോദിച്ചപ്പോഴേക്കും അമ്മ വീഡിയോന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത്. പക്ഷെ അയാൾക്ക് അറിയില്ലല്ലോ. അമ്മ അങ്ങനെ പിടിച്ച് നിന്ന് കണ്ടപ്പോൾ അയാളെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ വാങ്ങിക്കാനാന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പാവം തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഉണ്ടാകുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, അല്ല അമ്മ കുഴപ്പമില്ല, നമുക്കൊരു കിട്ട് വാങ്ങാം. അയാൾക്ക് അറിയില്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അയാൾക്കൊരു ആഗ്രഹം ഉണ്ടാവും ഉള്ളിൽ, ഒരാളെങ്കിലും വാങ്ങിയല്ലോ എന്നുള്ളത് തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനപ്പോൾ അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ എന്നാൽ ഒന്ന് വാങ്ങിക്കോളൂ പറഞ്ഞു. പിന്നെ ഇവിടെ കുറേ സെറ്റ് മുണ്ടുകൾ ഇങ്ങനെ ഈ ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്ലിയറൻസ് സെയിലോ അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഓൾഡ് സ്റ്റോക്ക് പോലെ ഇങ്ങനെ കുറേ ഉണ്ടാവില്ലേ, അതാവും. പക്ഷെ അതിൽ നല്ലത് നോക്കി എടുക്കുക എന്നുള്ള. പക്ഷെ എല്ലാം നല്ലത് തന്നെയായിരുന്നു കേട്ടോ. 350 രൂപയ്ക്കായിരുന്നു. കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അമ്മായിയുടെ അമ്മയ്ക്ക് വാങ്ങി, ഒരെണ്ണം മുത്തശ്ശിക്ക് വാങ്ങി, പിന്നെ ഒരു സെറ്റ് സാരി അമ്മയ്ക്ക് വാങ്ങി. അങ്ങനെ 3 എണ്ണം നമ്മളവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ ഇനി കുറച്ചധികം നടക്കാനൊന്നും വയ്യ. അപ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ പോകാമെന്ന് ഓർത്തിട്ട് ശ്രീശൈലം ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ തന്നെ. അപ്പോൾ അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. മറ്റേ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വേറെ നല്ല നല്ല ഹോട്ടൽസൊക്കെ ഉണ്ട്. പക്ഷേ വയ്യ, ഇനി വിശപ്പ് സഹിക്കാൻ വയ്യ. വിശന്നിട്ട് അമ്പലം പ്ലസ് മസാല ദോശ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ് അല്ലേ. പണ്ടേ അതെ, അമ്പലത്തിലേക്ക് പോണവരൊക്കെ എപ്പോഴും ഒരു മസാല ദോശ കഴിച്ചിട്ട് തിരിച്ചു വരാറുള്ളൂ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മസാല ദോശ കഴിക്കാൻ. അതിനുശേഷം എന്താ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് വലിയച്ഛൻ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി ബാജിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് വലിയച്ഛൻ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. കാപ്പിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായി.